കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇടയ്ക്ക് ഒരു ബ്രേക്ക് ഒക്കെ എടുക്കും, അതിന് ശേഷമാണ് വീഡിയോ ഇടാറ്. അപ്പോൾ അത് മാങ്കമോഡോസിലെ തന്നെ നിങ്ങൾക്ക് ബോറടി ആയിരിക്കും എന്നറിയാം, എന്നാലും ലാസ്റ്റ് പാട്ടാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ അത് നമ്മൾ എത്തിയിരിക്കുന്നത് ബോട്ടിങ്ങിൻ്റെ അടുത്താണ് കേട്ടോ. നമ്മളിവിടെ വരെ എത്തിയിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇത് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ എനിക്കൊന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് കയറാനുള്ളതാണ്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അത് ബോട്ടിങ് ആണ് കേട്ടോ, ബോട്ടിങ്ങിൻ്റെ സ്ഥലമാണ് ഇവിടെ അടുത്ത് തന്നെ. ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു വലിയ വഞ്ചി അവിടെ കിടക്കുന്നുണ്ട്, അതാണ് കേട്ടോ കെട്ടുവഞ്ചിയോ. അതിനകത്ത് കയറിയിട്ട് 20 മിനിറ്റ് നമ്മൾ അവർ റൈഡ് നടത്തും. അതിന് ആളങ്ങനെ 100 രൂപയാണ് കേട്ടോ ചാർജ്. പക്ഷെ ഞങ്ങൾ ഇതിനകത്ത് കയറിയില്ല, നെക്സ്റ്റ് ടൈം വരുമ്പോൾ കയറാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് ശിവഭഗവാന്റെ പ്രതിമയുടെ അടുത്തായിട്ടാണ്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശിവഭഗവാന്റെ പ്രതിമയുടെ അടുത്തായിട്ട് പോകുന്നത്. അപ്പൊ ഇതാണ് കേട്ടോ വാലന്റൈൻസ് പാർക്ക്. അപ്പൊ ഇത് കപ്പിൾസിന് വേണ്ടിയിട്ടുള്ളതാണ്, ലവേഴ്സിനൊക്കെ വേണ്ടിയിട്ട് അവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ടുള്ള പാർക്കാണ്. കുഞ്ഞൂസ് അവിടെ പോയി ഇന്ന് ആലോചിച്ച് എന്തോ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ താഴെ ഒരു കൊച്ചിന്റെ പ്രതിമയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ കുഞ്ഞൂസിനെ തിരിച്ചിങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു വിളിച്ചു. മോഡേഴ്സിൽ ഈ വീഡിയോയിൽ കാണിക്കാത്ത ഒത്തിരി ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ 1 ഡേ ഓഫിനാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. 2 ദിവസം പോലും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ 1 ഡേ ഓഫ് ആയതുകൊണ്ട് തന്നെ ഞാൻ 1 ഡേ പാക്കേജാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്ന് ഉച്ചയ്ക്കുള്ളിൽ, ഇന്ന് 11 മണിക്കുള്ളിൽ നമ്മൾ വെക്കേറ്റ് ചെയ്യണം, നമ്മുടെ സമയം കഴിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ശിവഭഗവാന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഒരു ശിവന്റെ ശില്പമാണിത്. അപ്പൊ കുഞ്ഞായ്ക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര സംശയം, എന്തുകൊണ്ടാണ് ഈ ശിവൻ തമ്പായി പച്ചക്കറിയല്ല കഴിക്കുള്ളൂ, പിന്നെ പുലിയുടെ പുറത്തിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് കുഞ്ഞായ്ക്കുട്ടൻ അവിടെ എന്നോട് ചോദിക്കുവാണ്. ഇതിനുള്ള ആൻസറും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. അപ്പൊ അടിയിൽ ഈ തൂണുകൾ ആണ് ഈ പണിത് ഉയർത്തി വെച്ചേക്കുന്നത്. അതിലൂടെ നമുക്ക് നടന്ന് ശിവഭഗവാന്റെ അടുത്ത് എത്താനായിട്ട് സാധിക്കും. ഇത് ഗംഗാദേവി തലേന്ന് ഉത്ഭവിക്കുന്നതിന്റെ ഒരു പ്രതീകമായിട്ടാണ് കേട്ടോ അവരിത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. ശാന്തമായ ഒരു അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ. വെള്ളം തേവുന്ന ഒരു സാധനം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചെരുപ്പിട്ട് കയറാൻ പാടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ കയറിയതിന് ശേഷം ചെരുപ്പ് ഊരുവാണ്. ചെരുപ്പ് ഊരിയതിന് ശേഷം മാത്രമേ നമുക്ക് ചവിട്ടാനായിട്ട് സാധിക്കുള്ളൂ. ചവിട്ടി വെള്ളം അപ്പുറത്തെ പാടത്തിലോട്ട് വിടണം. കല്ലെടുത്ത് മാറ്റിയ പോലെ വെള്ളം തന്നെ പൊക്കോളൂല്ലേ. വെള്ളത്തിൽ ഇറങ്ങണം എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ പതുക്കെ അവിടെ നിന്ന് പിള്ളേരെ കൊണ്ട് സ്കൂട്ടായി പിള്ളേരുടെ അച്ഛനെ വിളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ ഇവിടെ വന്ന് ഒന്ന് തിരിച്ച് വന്നിട്ട് ഒരു മാംഗോ ബാറൊക്കെ മേടിച്ചു. ഇവിടെ മാംഗോ ബാർ കഴിക്കാനൊക്കെ ആയിട്ടൊരു ചെറിയ സ്പോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിക്കുവാണ്. അതുകൊണ്ട് സൈക്കിളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം അച്ഛനും പിള്ളേരും ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, കഴിഞ്ഞെങ്കിൽ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് നീങ്ങാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഐസ്ക്രീം കഴിച്ച് ചില്ല അവിടെ നിന്ന്. വാവ്, എനിക്കിത് ഇഷ്ടമായി. ഈ നമ്മൾ വീടൊക്കെ വെക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ഇത് ഉണ്ടാക്കി വെക്കണം, നല്ല രസമായിരിക്കും. വാവ്, എന്ത് രസമല്ല ഇവിടെ കാറ്റും കൊണ്ടിരിക്കാൻ. എൻ്റെ ഈശ്വര, അവിടെ ഒരാഴ്ച താമസിക്കാൻ തോന്നുന്നു. അവിടെ വാഷ് ബേസിനുണ്ട്. കുഞ്ഞുസ് പോയി കഴിയുമായിരുന്നു. അവിടെ വാഷ് ബേസ്, ഐസ്ക്രീം മേടിച്ചോടത്ത് തന്നെ വാഷ് ബേസിനുണ്ട്, വേസ്റ്റ് കളയാനുള്ള സ്ഥലമുണ്ട്. ഒന്നും കൊണ്ടാക്കോ ന്യൂസേ. ഞങ്ങൾ അടുത്തായിട്ട് പിന്നെയും ശിവഭഗവാന്റെ അടുത്തിട്ട് പോവുകയാണ്. അത് ഇച്ചിരി ദൂരമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ സൈക്കിളിലാണ് പോണത്. ഞങ്ങൾ മീനിന് തീറ്റ കൊടുക്കാൻ വേണ്ടി പോവാണ്. കുഞ്ഞാക്കൂട്ടരുടെ ബാഗിനകത്താണ് തീറ്റ. കുഞ്ഞാക്കൂട്ടത് വെള്ളം ഉണ്ട് കേട്ടോ, വൈറ്റ് ഉണ്ട് ബാഗിന്. കുഞ്ഞു ബാഗ് അല്ലേ, നല്ല രസമല്ലേ. കുഞ്ഞയ്യ ബാഗിടുമ്പോൾ നല്ല സ്റ്റൈലായിട്ടുണ്ട് കുഞ്ഞായി.
നിനക്ക് കറക്റ്റാവാ ഇത്, നിനക്ക് കറക്റ്റ് സൈസാണ്. ഇതുപോലത്തെ 3 ഭാഗം എടുക്കാൻ നിങ്ങൾക്ക് 3 പേർക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് എടുക്കാം. നൈസൊക്കെ അല്ലേ? പിള്ളേരുടെ അച്ഛനെയും കൂട്ടി വന്നിട്ട് ശിവഭഗവാന്റെ അടുത്തിട്ട്, കാരണം പിള്ളേരാണ്, ഡേഞ്ചറാണ്, 3 പേരെയും കൊണ്ട് വെള്ളത്തിലിറങ്ങുന്നത് എനിക്കത്ര സേഫായിട്ട് തോന്നിയില്ല, അതുകൊണ്ടാണ്. അമ്മായി എന്തിനാ പുലിയുടെ തൊലിയുടെ പുറത്ത് കയറിയിരിക്കണ കൊച്ചു ചോദിച്ചു കേട്ടോ. ാണോ അങ്ങ് ഉത്തമമായി കരുതുന്നത്? അമൂല്യമായ വസ്തുക്കൾ കൊണ്ട് ക്ഷണികമായ സുഖമേ പ്രാപ്തമാകൂ കുബേര. എന്നാൽ പരമാനന്ദത്തിന്റെ അനുഭൂതി മനസ്സിന്റെ ശാന്തിയിൽ നിന്നും മാത്രമേ പ്രാപ്തമാകൂ. മനസ്സിന്റെ ശാന്തിയാണെങ്കിൽ സന്തോഷത്തിൽ നിന്നും പ്രാപ്തമാകുന്നു. പ്രകൃതിക്ക് അനുസൃതവുമാണ്. അപ്പോ ഇവയ്ക്കും അങ്ങയുടെ പുലിത്തോലിനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാമോ? ഒരു മൃഗത്തിന് മൃത്യു സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ തൊഴിലിന് യാതൊരു മഹത്വവും ഇല്ലാതാകുന്നു. അപ്പോൾ മാത്രമേ നാം അത് ശരീരത്തിൽ ധരിക്കുവാൻ വേണ്ടി ഉപയുക്തമാക്കുന്നത്. എന്നാൽ നിങ്ങളുടെ വസ്ത്രനിർമ്മാണത്തിൽ ചെറുപ്രാണികൾക്കും മൃത്യു സംഭവിക്കുന്നു. ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. ഞാൻ അച്ഛ ഉള്ളപ്പോ നിങ്ങൾ ഇറങ്ങിക്കോ, കുഴപ്പമില്ല കുഞ്ഞുസാ. പക്ഷെ അച്ഛ ഇല്ലാത്തപ്പോ അവിടെ ഇറങ്ങാൻ അമ്മ സമ്മതിക്കില്ലാത്ത. ആ മീനോട്ട് പാലം എന്ന് പറഞ്ഞ സംഭവല്ലേ? അയ്യോ, ഇവിടെ ക്ലോസപ്പ് ആയിട്ട് നമുക്ക് മീൻ തീറ്റ കൊടുക്കാം കേട്ടോ. ക്ലോസപ്പ്. അയ്യോ, ഇതിനെ പിടിക്കാൻ പറ്റൂ? ഞാൻ തൊട്ടു. കേട്ടോ, ഇത്ര അടുത്ത് ഞാൻ മീനിനെ കാണാം, അതിന്റെ എക്സൈറ്റ്മെന്റ് ആണ്. ഓ, എന്ത് രസാ നോക്കിയേ. എന്തൊരു രസല്ലേ കുഞ്ഞുസാ. സന്തോഷായോ മോനെ? നല്ല കുട്ടിയായപ്പോ സന്തോഷായോ? പണ്ട് അച്ഛൻ അമ്മയും കൂടി മോനെ എന്തോ ഒരു സന്തോഷമുള്ള കാര്യങ്ങളെ ഇത് തന്നെ നോക്ക്. ജീവിതത്തിനിടയിൽ നമ്മൾ കുറച്ച് സമയം എത്ര പണം ചെലവഴിച്ചാലും നമ്മുടെ ഫാമിലിയോട് കൂടെ സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഓർമ്മകൾ. നമുക്ക് പ്രായമായി കഴിയുമ്പോൾ നമുക്ക് ഓർക്കാൻ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. കാരണം കുട്ടികളെന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് വലുതായിപ്പോൾ ഈ ദിവസം എന്ന് പറയുന്നത് നാളെ നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒന്നല്ല. ഫാമിലിയായിട്ടുള്ള വീഡിയോ ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. കാരണം കുട്ടികളുടെ ഫാദർ 9 വർഷത്തിന് ശേഷം ദുബായിക്ക് തിരിച്ചു പോയി. അപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ കുട്ടി ഉണ്ടായതിനു ശേഷം ഞങ്ങൾ നാട്ടിൽ തന്നെയായിരുന്നു. പടവുകളിലൂടെ നമുക്ക് ശിവപ്രതിമയ്ക്ക് ചുറ്റും വട്ടം വെക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഈ പടവുകളൊക്കെ വെള്ളത്തിന്റെ അടിയിൽ നിന്നും പണിതുയർത്തിയിരിക്കുന്നതുകൊണ്ട് തന്നെ പേടിക്കാതെ നമുക്ക് ഈ പടവുകളിലൂടെയൊക്കെ നടന്ന് ഈ ശിവപ്രതിമയെ ആസ്വദിക്കുകയും ഈ കുളത്തിലെ മീനുകളുടെ സൗന്ദര്യം കാണുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഭഗവാന്റെ തലേന്ന് ഗംഗാദേവി വന്ന് ഒഴുകി കിടക്കുന്നുള്ള കൺസെപ്റ്റാണ് അവര് ചെയ്തു വെച്ചേക്കുന്നത്. ഓണർ ഒരു ക്രിസ്ത്യനാർന്നിട്ട് കൂടി ഇതുപോലൊരു കൺസെപ്റ്റ് ചെയ്തു വെച്ചേക്കുന്നത് ശരിക്കും എനിക്ക് അത്ഭുതം ഉണ്ടാക്കി. ഇവിടെയൊക്കെ നമുക്ക് രാത്രി മമ്മി ഇരുന്ന് മീൻ തീറ്റ കൊടുക്കാം അല്ലേ? ലൈറ്റ് വെട്ടത്തില് വൈകുന്നേരം കൂടെ. ഇല്ല, ഞാൻ തൊട്ടു, എന്നെ കടിച്ചില്ല. ഇവിടെ മാക്കൊന്നും കരയരുത് കേട്ടോ. അച്ഛന് സന്തോഷമായ അച്ചു. ഒരെണ്ണം എനിക്ക് തരാവോ? കുട്ടികളെ 3 പേരും നാട്ടിൽ പഠിക്കുന്നത് കൊണ്ട് ഏതായാലും ഉടനെയൊന്നും ഞാൻ ദുബായിക്ക് പോകുന്നതിനെ കുറിച്ച് തീരുമാനം എടുത്തിട്ടില്ല. മതി, വേണ്ട, നിങ്ങൾ കൊടുത്തോ. മീൻ തീറ്റ കൊടുത്തത് ഞാൻ പുണ്യം കിട്ടുമെന്ന് പറഞ്ഞ്. മതി, മതി. വീഡിയോസിലൊക്കെ ഈ ശിവഭഗവാന്റെ പ്രതിമയ്ക്ക് ശിവപ്രതിമ എന്നാണ് പറയുന്നത്. പക്ഷെ ഞാനൊരു ശിവഭക്ത കൂടി ആയതുകൊണ്ടും ആണ് കേട്ടോ ശിവഭഗവാന്റെ പ്രതിമ എന്ന് പറയുന്നത്. ഇതിന് മൊത്തം വറുത്ത് കഴിഞ്ഞാൽ എങ്ങനെ തിന്നു തീർക്കാണ്? ഇതിന് മൊത്തം വറുത്ത് കഴിഞ്ഞാൽ എങ്ങനെ തിന്നു തീർക്കാനാണ്? പക്ഷെ കറുത്ത മീന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, ഈ ചുവന്ന മീനൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. കളറുള്ളത് തിന്നാൻ കൊള്ളൂല. ഇവിടെയൊക്കെ വീട്ടിൽ പ്രായമായ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടൊരു 1 ഡേ ട്രിപ്പ് ഇവിടെ വരിക. ഏത് ജാതിയിലും മതത്തിലും പെട്ടവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കുറച്ച് സമയമൊക്കെ ഇരിക്കുമ്പോൾ മനസ്സിന് നല്ല സമാധാനം കിട്ടും. ഈ മീനിന് കുറച്ച് തീറ്റയൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് റിട്ടയർമെന്റ് ഒക്കെ ആസ്വദിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ തീർച്ചയായും വരേണ്ടതാണ്. അപ്പോൾ ഭാവിയിൽ ദുബായിലെ മിറാക്കിൾ ഗാർഡനും
ഡെസേർട്ട് സവാരിയൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോസ് വഴി കാണിക്കാനായിട്ട് ഇടവരുത്താൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് ജംസ് മിഠായി ആണെന്ന് തോന്നുന്നു, മീനുകളുടെ ജംസ് മിഠായി ആണെന്ന് തോന്നുന്നു. മീനുകളുടെ എത്ര ആക്രാന്തം കണ്ടു. കടല വറുത്തത് മീൻ തിന്നണ കടല വറുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കടല വൃത്തിയില്ലാണ്ട് അവരുണ്ടാക്കിക്കുന്നത് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കടല അത് കമന്റിനകത്ത് പറഞ്ഞു ഇടേണ്ടിയായിരുന്നു. ഇന്നലെ മേടിച്ചായിരുന്നു, ഞാൻ ഉറപ്പായിട്ടൊന്ന് കമന്റിൽ കടലയുടെ അരി എഴുതിയാണ്. നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് കമന്റൊക്കെ എഴുതിയിട്ടാണ് വന്നത്. പക്ഷെ കടല ഞങ്ങൾ ഇന്ന് മേടിച്ചത് കൊണ്ട് തന്നെ അതിന്റെ ക്വാളിറ്റിനെ കുറിച്ച് മെൻഷൻ ചെയ്യാൻ പറ്റിയില്ല. അതാണ് കേട്ടോ ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് പിന്നെയും കുറച്ച് സമയം അവിടെ ഇരിക്കുകയാണ്. കാരണം പിള്ളേർക്ക് അവിടെ നിന്ന് പോരാനായിട്ട് തോന്നുന്നില്ല. അപ്പൊ നമുക്ക് അങ്ങനെ 4 മണി വരെ ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള പെർമിഷനും ഉണ്ട് കേട്ടോ. പക്ഷെ റൂമൊക്കെ നമ്മൾ 11 മണിയായപ്പോൾ വെക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ കടല വറുത്തത് കൊടുത്തതിന് ശേഷം മീനുകൾ പിന്നെയും വന്നത് കൊണ്ട് അവിടെ കടലമിഠായി ഒന്നുകൊണ്ടിന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ പൊടിച്ച് മീനിന് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. യുഎഇയിൽ ഇപ്പം നല്ല ചൂട് കാലാവസ്ഥയാണ് കേട്ടോ. 50 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് വന്നിട്ടുണ്ട്. അപ്പൊ കുട്ടികളെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സർവൈവ് ചെയ്യാനായിട്ട് ഇച്ചിരി പാടായിരിക്കും. പക്ഷെ അവിടെ സ്കൂളൊക്കെ തുറക്കുന്നേ ഉള്ളൂ. ഒക്ടോബർ സെപ്റ്റംബർ ആ സമയത്താണ് സ്കൂളൊക്കെ തുറക്കുള്ളൂ. അവിടെ വേണമെങ്കിൽ കുട്ടികളെ ചേർക്കാവുന്നതാണ്. പക്ഷെ ഫസ്റ്റ് ഒന്ന് അവിടെ പോയി സെറ്റൊക്കെ ആയിട്ട് വേണം ഫാമിലി ആയിട്ട് മൂവ് ആവാൻ വിചാരിക്കുന്നു. അപ്പൊ ചിലപ്പോൾ 1 ഇയർ കൂടെ 1 or 2 ഇയർ ഞങ്ങൾ നാട്ടിൽ തന്നെ നിൽക്കാനും സാധ്യതയുണ്ട്. അപ്പൊ ഇത് ഞങ്ങൾ ഇതിലൂടെ നടന്ന് കാണുവാണ്. ഇറങ്ങി വാ ബാബ ഗുരു. ഇത് ശ്രീനാരായണ ഗുരു ആടാ കുഞ്ഞാക്കുട്ടാ. സ്കൂളിൽ പഠിക്കാനുണ്ടാവും ശ്രീനാരായണ ഗുരു. ദേ വീടിന്റെ മുറ്റത്തിരിക്കണു. പുള്ളിയുടെ വീടായത്, ചെമ്പഴന്തിയിലെ വീട്. അവിടെ ആൾക്കാർക്ക് ഓരോന്ന് പഠിപ്പിച്ചു കൊടുക്കണതിന്റെ ഒരു സ്റ്റാച്ചു. പോരാ, 2 ദിവസം പോരാ. ഇത് ഫുള്ള് നമ്മളിപ്പോ 2 ദിവസമായിട്ട് പോലും കണ്ടു തീർന്നത്. ചെമ്പഴന്തിയിലെ വീട്. അയ്യോ, ഇതിനകത്ത് ഒരാൾക്ക് താമസിക്കാലോ ഒറിജിനലായിട്ട്. നമുക്ക് ഇതുപോലത്തെ ഒരു വീടെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ മതിയായിരുന്നു. കയറും കൊണ്ട് കെട്ടി എന്തായിട്ട് വീടൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഈ വീട് കണ്ടപ്പോ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പൊ ഇതിന്റെ അകത്ത് കയറും കൊണ്ട് കയറ്റി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കട്ടിലൊക്കെ ഉണ്ട്. ഒരു തീരെ കുഞ്ഞു വീടാണ്. അപ്പൊ എനിക്ക് ഇതുപോലത്തെ കുഞ്ഞു വീടുകൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഇവിടുന്ന് ഞങ്ങൾ നേരെ പുറത്തോട്ട് ഇറങ്ങി. ഇതിനൊരു കരിക്ക് കുടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ നേരെ സൈക്കിൾ ചവിട്ടി പോവാണ് കരിക്കിന്റെ അങ്ങോട്ടേക്ക്. അപ്പൊ കരിക്ക് വിട്ടുന്നിടത്ത് ചെന്നു. അപ്പൊ ഞാൻ ആദ്യം 4 കരിക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം കുട്ടികൾ കുടിക്കില്ല എന്ന് വിചാരിച്ചു. അപ്പൊ 4 കരിക്ക് പറഞ്ഞിട്ടും എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഒരു കരിക്കും കൂടെ പറഞ്ഞു. അപ്പൊ 5ാമത്തെ കരിക്ക്. അപ്പൊ കുഞ്ഞാക്കുട്ടൻ ഞാൻ ആ കരിക്ക് വെട്ടി പൈസ കൊടുത്തിട്ട് പിന്നെ നോക്കിയപ്പോ ആ കരിക്ക് കാണാനില്ല. അപ്പം അതും കൂടെ അച്ഛനും മക്കളും കൂടെ കുടിച്ച് തീർത്ത്. അപ്പൊ അങ്ങനെ എനിക്ക് കരിക്കും വെള്ളം കിട്ടിയില്ല. സമയം വൈകിയത് കൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ കരിക്ക് മേടിക്കാൻ നിന്നില്ല. നേരെ കിഡ്സിന്റെ പാർക്കിലോട്ട് പോയി. അപ്പൊ കുട്ടികൾ നല്ല സങ്കടത്തിലാവും തിരിച്ചു പോകണല്ലോ എന്ന് ഓർത്ത്. എത്ര മിനിറ്റ് വേണം നമുക്ക് ഇവിടുന്ന് കൃത്യം അവിടെ ചെല്ലാൻ? നൈറ്റ് ഡ്യൂട്ടി കയറാനുള്ളത് കൊണ്ടാണ് കേട്ടോ ഈ സമയം ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് എപ്പോൾ ഇറങ്ങി ചെന്നെങ്കിൽ അവിടെ ചെല്ലാൻ പറ്റും എന്നൊക്കെ ഇവിടുന്ന് കണക്ക് കൂട്ടുവാണ്. വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു ഞങ്ങള് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ടൂറിനായിട്ട്. എന്നിട്ട് ശനിയാഴ്ച ഫുൾ ഡേ ഞങ്ങൾക്ക് കിട്ടി. ഞായറാഴ്ച നൈറ്റ് ഡ്യൂട്ടിക്ക് പോകേണ്ടതായിരുന്നു. അപ്പൊ അതുകൊണ്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷെ കുട്ടികൾക്ക് എന്തായാലും പോരാൻ മനസ്സിലില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ടും ചുമ്മാ ഞങ്ങൾ പാർക്കിൽ കുത്തിയിരിക്കുവാണ്. 4 മണി വരെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ സമയം ഇവിടെ നിന്ന് കഴിയും. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടതാണ്. അപ്പൊ 4 മണി ആവാനായിട്ട് ഇപ്പോൾ 10 മിനിറ്റ് സമയമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് പോവാം എന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് കുമള വിടുന്ന് ഒരു വണ്ടിയിൽ ബബിൾസ് കൊണ്ട് കിടക്കുന്നുണ്ടായിരുന്നു ഒരു ചേച്ചി. അപ്പൊ അവിടെ പോയി ബബിൾസ് മേടിച്ച് ആച്ചുവിന് മാത്രം മതിയെന്ന് പറഞ്ഞപ്പോ ആച്ചുവിന് കൊടുത്തു. അപ്പൊ ആച്ചു ഇതേ വളരെ സന്തോഷത്തോടു കൂടി ഇതിനകത്തേക്കൂടെ ഊർന്നിറങ്ങുവാണ് കേട്ടോ. എടുത്തു അച്ചു പറയുവാണ് അവള് ഊർന്നിറങ്ങണൊക്കെ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞത്. എന്നിട്ട് അതിന്റെ പൊക്കത്തിൽ കയറി നിൽക്കുവാണ് കേട്ടോ. ഒട്ടും പേടിയില്ല കേട്ടോ ഈ ആച്ചുവിന്. ഒരു കാര്യത്തിലും കയറാനായിട്ട് ഒന്നിനും ഒരു പേടിയില്ല. നമ്മളെ കുട്ടികൾ ഒത്തിരി പാമ്പ് ചെയ്ത് വളർത്തി കഴിഞ്ഞാൽ അവർക്ക് എല്ലാത്തിനും പേടിയായിരിക്കും. ആരെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ വൃത്തിയിടും. റെഡ്
അച്ചുവിന് മാത്രമല്ല 3 പേർക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അവരത് മുറുക്കി അടച്ച് ബാഗിൽ കൊണ്ട് വെച്ചു. ആച്ചു മാത്രമാണ് കേട്ടോ കുമള വിട്ട് കളിക്കുന്നത്. അപ്പോൾ ഇത് ഒരെണ്ണത്തിന് 20 രൂപയാണ്, 3 എണ്ണത്തിന് 60 രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത്. പല വിലയുടെ ബബിൾസ് ഉണ്ട് കേട്ടോ. അവിടെ ഉന്തുവണ്ടി കൊണ്ട് നടക്കുന്നുണ്ട്. ആച്ചുവിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ ഈ ബബിള്. അതിങ്ങനെ വീർത്ത് വരുന്നതാണ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ ബബിള് വിടുന്ന കണ്ടിട്ട് വേറെ കുട്ടികളും കൂടെ കൂടിയിട്ട് ബബിള് പിടിക്കാനായിട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. വെക്കേഷൻ ടൂർ പിള്ളേരെ മുറുക്കി അടച്ചോ ന്യൂസേ? മരുന്ന് പോകരുത്. മുറുക്കി അടച്ചിട്ടുണ്ടോ? ബബിൾസ് മേടിച്ചു കേട്ടോ. ചൂട്ടിന് മാത്രമല്ല കുഞ്ഞീസ് മുറുക്കി അടച്ച് അത് കൊണ്ടുപോയി വെച്ചു. അപ്പോൾ അത് നമ്മുടെ ഉണങ്ങിയ മൺപാത്രങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവർ പേരെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ പോയി മേടിച്ചു. നമുക്ക് ഫോട്ടോ, നമ്മുടെ മൊബൈലിൽ എടുത്ത ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോഴാണ് അവർ ആ പാത്രം നമുക്ക് തന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മളവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അവരോട് പറയുന്നുണ്ട് നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ 5:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങണം എന്നവിടെ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ എന്തായാലും 4 മണിയാവാൻ 10 മിനിറ്റ് ഉള്ളപ്പോഴത്തേനും അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുഞ്ഞാക്കുട്ടൻ നല്ല മൂഡ് ഓഫ് ആയിരുന്നു പോകുന്നതിൻ്റെ. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ. കുഞ്ഞാക്കുട്ടാ ടാറ്റാ.